എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: കേരള സർക്കാരിന്റെ കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? എ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റൽ ആക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ബി. കൃഷിക്കാർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയാണിത്. സി. പോലീസ് സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. ഡി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയാണിത്. അപ്പോ കെ സ്മാർട്ട് എന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. അപ്പൊ അതിലെ സ്മാർട്ടും നമ്മൾ കുട്ടികൾക്കുള്ള പരീക്ഷയായതുകൊണ്ടും ഈ സൗജന്യ ലാപ്ടോപ്പിലേക്ക് കുട്ടികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടാൽ പെട്ടെന്ന് അതിലേക്ക് പോകരുത്. കെ സ്മാർട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ അറിയുണ്ടാകും. നമ്മളിപ്പോ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ഒക്കെ പല സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങേണ്ടിയിരുന്നു അല്ലെ? വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടർ വഴി നമുക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയോ ഒക്കെ അപേക്ഷിക്കുകയും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അതുവഴി തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഈ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഡിജിറ്റൽ പദ്ധതിയാണ് കെ സ്മാർട്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കെ സ്മാർട്ട് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റൽ ആക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ അവിടെ നമുക്ക് ടിക്കിട്ട് വെക്കാം. മറ്റുള്ള 3 ഓപ്ഷനുകളും തെറ്റായ ഓപ്ഷനുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പത്മവിഭൂഷൺ ലഭിച്ച MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഏവ? അദ്ദേഹത്തിന് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2. രണ്ടാമൂഴം, നാലുകെട്ട് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ്. 3. കേരള ജ്യോതി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി. കേരള ജ്യോതി ആദ്യമായി ലഭിച്ചത് അദ്ദേഹത്തിനാണ്. അപ്പോ ഇതിലുള്ള ശരിയായ ഉത്തരങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. 3 പ്രസ്താവനകൾ പറഞ്ഞു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഇവിടെ അറിഞ്ഞു വെക്കണം. 2025 മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹം ഈയിടെയാണ് അന്തരിച്ചത്. അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ട് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അപ്പോ ആ ഒരു പോയിന്റ് എല്ലാവരും നിർബന്ധമായി പഠിച്ചു വെക്കണം. അപ്പൊ ഇത് നമ്മുടെ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ കാര്യം നമ്മൾ അവിടെ പഠിച്ചു വെച്ചു. പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് MTക്ക് ലഭിച്ചു. MT നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാം. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. MTക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് ലഭിച്ചത്? 1995. ഏറ്റവും അവസാന നിലവില് മലയാളത്തിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു അല്ലെ, 2019. ഓക്കെ, അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ പഠിക്കുന്നതായിരിക്കും. നോക്കാം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അദ്ദേഹത്തിന് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രസ്താവന രണ്ടാമൂഴം, നാലുകെട്ട്, രണ്ടാമൂഴവും നാലുകെട്ടും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ്. രണ്ടാമൂഴവും നാലുകെട്ടും MTയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലുകളാണ്. ഇത് കൂടാതെ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മഞ്ഞ്, കാലം, അസുരവിത്ത് എന്നൊക്കെ ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റുകളിൽ ഒരാളാണ് MT വാസുദേവൻ നായർ. ഓക്കെ, ശരിയായ പ്രസ്താവനയാണ്. ഇനി 3ാമത്തെ പ്രസ്താവന ഒരു അവാർഡ് ലഭിച്ച കാര്യമാണ് പറയുന്നത്, ഒരു പുരസ്കാരം. ഏതാണ്? കേരള ജ്യോതി പുരസ്കാരം. അപ്പോ
ഇന്ത്യ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് പോലെ തന്നെ കേരളം നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഏത്? കേരള ജ്യോതി. ഈ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. അപ്പോൾ ഈ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് അദ്ദേഹത്തിനാണ്, MTക്കാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോ 1, 2, 3 എന്നിവയെല്ലാം ശരി എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? സി ആണ്. അപ്പൊ നമുക്ക് സിയിൽ ശരിയിട്ട് വെക്കാം. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ മണ്ഡലം ഏത്? അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പുതുപ്പള്ളി, കൊട്ടാരക്കര, സി വയനാട്, ഡി ധർമ്മടം. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും എന്തുണ്ട്? ലൈബ്രറി സംവിധാനമുണ്ട്. ഒരു ക്ലൂ തരാം, കണ്ണൂർ ജില്ലയിലാണ്. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ്. അപ്പോ ഏതാണെന്ന് അറിയാമോ? ധർമ്മടമാണ് ശരി ഉത്തരം. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ധർമ്മടം. അപ്പോ നമ്മൾ അവിടെ ശരിയിട്ട് വെച്ചു. ഓക്കെ, ആ കാര്യം എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിൽ അംഗമായിരുന്ന മലയാളി ആര്? ഇപ്പൊ ഒളിമ്പിക്സിൽ 2024 നടന്ന ഒളിമ്പിക്സ്, നമുക്കറിയാം ഒളിമ്പിക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. 2024 എവിടെ വെച്ചാണ് നടന്നത്? ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് നടന്നത്. ആ പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീം പങ്കെടുത്തിരുന്നു. ആ ഹോക്കി ടീമിൽ അംഗമായിരുന്ന മലയാളി താരം ആരാണ് എന്നാണ് ചോദ്യം. എ മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസ് ഫുട്ബോൾ താരമാണ്. സഞ്ജു സാംസൺ ക്രിക്കറ്റ് താരമാണ്. PR ശ്രീജേഷ് ഹോക്കി താരമാണ്. PU ചിത്ര അത്ലറ്റിക്സ് താരമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഹോക്കി താരം PR ശ്രീജേഷ് ആണ്. നമ്മൾ അവിടെ ശരിയിട്ട് വെച്ചു. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വരയാടുകളെ സംരക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ വരയാടുകളുടെ സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേര്. വരയാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇരവികുളം നാഷണൽ പാർക്കിൽ പോയാൽ നമുക്കവിടെ വരയാടുകളെ കാണാം. അവയുടെ പ്രത്യേകതയാണ് ചെങ്കുത്തായ പാറക്കെട്ടുകളിലൊക്കെ അത് നല്ല എളുപ്പത്തിൽ കയറി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വരയാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ചോദ്യം. ഏതൊക്കെയാണ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. പ്രൊജക്ട് നീലഗിരി തഹർ, ബി വരയാട് സംരക്ഷണം, സി സേവ് ഇരവികുളം, ഡി മിഷൻ ആനമുടി. ഇതിലേതാണ് വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി എന്നറിയാമോ? ഓപ്ഷൻ എ പ്രൊജക്ട് നീലഗിരി തഹർ. ഈ നീലഗിരി തഹർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വരയാടുകളുടെ തന്നെ പേരാണ്. വരയാടുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? നീലഗിരി തഹർ. അപ്പോ വരയാടുകളെ സംരക്ഷിക്കാനുള്ള പുതിയ പദ്ധതിയുടെ പേരെന്താണ്? പ്രൊജക്ട് നീലഗിരി തഹർ. ഈ വരയാടും ഇരവികുളം ഒക്കെ പേരിൽ വന്നത് നമ്മളെ കൺഫ്യൂഷനാക്കി, നമ്മളെ തെറ്റിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? പ്രൊജക്ട് നീലഗിരി തഹർ. ഇത് നമ്മുടെ കേരള ഗവൺമെന്റ് അല്ല കൊണ്ടുവന്നത്, തമിഴ്നാട് സർക്കാരാണ് ഈ പ്രൊജക്ട് നീലഗിരി തഹർ മുന്നോട്ട് വെച്ചത്. കാരണം ഈ സഹ്യപർവ്വതം അല്ലെ, ഈ നീലഗിരി എന്നൊക്കെ പറയുന്നത് തമിഴ്നാട്ടില് കൂടി ഉള്ള സ്ഥലമാണ്. നമ്മുടെ ഊട്ടിയൊക്കെ നീലഗിരി ജില്ലയുടെ ഭാഗമാണ്. അപ്പോ അവരുടെ പ്രദേശത്തും ഈ ഈ നമ്മുടെ വരയാടുകളുണ്ട്. അപ്പോൾ വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്?
പ്രൊജക്ട് നീലഗിരി തഹർ. അപ്പൊ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഉത്തരം അറിയാം? അപ്പൊ കുറച്ച് പുതിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അത്ര പരിചിതമല്ലാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മാർക്ക് കുറഞ്ഞാലും പ്രശ്നമൊന്നും കരുതണ്ട, നമ്മൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.